എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ യേശു നമ്മളോട് പറയുകയാണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ ഓരോ ദിവസവും ചെയ്തു തീർക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതൊരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മകനോ മകളോ എന്ന നിലയിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ, ജോലിക്കാരൻ എന്ന നിലയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വീട്ടിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും ചെയ്തു തീർക്കുന്നവരാണ് നമ്മൾ. ഈശോ അതിന് പൊതുവായിട്ടുള്ള ഒരു തത്വം പറയുകയാണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ അവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരേ മനസ്സോടെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാരണം ഒരു സമൂഹത്തിൽ നമ്മൾ ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരേ പ്രാധാന്യമുള്ള ഉത്തരവാദിത്തങ്ങൾ കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ ഏറ്റവും ചെറിയ ഉത്തരവാദിത്തങ്ങൾ പോലും വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ വലിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ അത് തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത കാണിച്ചുകൊണ്ട് ഒരു കുഞ്ഞു കാര്യമായിരിക്കും ചിലപ്പോൾ പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവുക, പക്ഷെ അതുപോലും തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വലിയ കാര്യങ്ങളുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളടക്കം വിശ്വസ്തത പുലർത്തി ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.